ഒരു 3 മിനിറ്റ് ലേറ്റായി. ഓക്കെ, നമുക്ക് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ പോകാം. എന്തായാലും നമ്മൾ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ ഫിനിഷ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓക്കെ നല്ലൊരു ബുള്ളിഷ് മൊമെൻ്റാണ്. ബട്ട് ഒരു റെസിസ്റ്റൻസ് സോണാണ് മുകളിൽ നിൽക്കുന്നത്. സോ അത് ഇപ്പോൾ കൂടാനില്ല. പക്ഷേ നമുക്കൊരു സ്പേസ് ഒരു 1 to 1 കിട്ടാനെ കൊണ്ട് സാധ്യത കുറവാണ്. സോ അവിടെ കിടക്കട്ടെ. നമ്മൾ മിസ്സായ ട്രേഡ്. അതാണ് 3 മിനിറ്റ് വിലപ്പെട്ടതാണല്ലേ 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇന്നലെ നമ്മളെടുത്ത ഓർമ്മയാണല്ലേ, നമ്മൾ ഇന്നലത്തെ ട്രേഡ് നോക്കിയാൽ മതി. സെയിം സെറ്റപ്പ്, സെയിം റിസ്ക് ആയിരിക്കും. പക്ഷേ ഇന്നത് പ്രോഫിറ്റ് ആയേനെ നമ്മൾ. പക്ഷേ 3 മിനിറ്റ് മിസ്സായിപ്പോയി. ഓക്കെ, സാരമില്ല. അതൊരു ബൈ സെറ്റ് ട്രിഗർ ആവും 2 മിനിറ്റിൽ. പക്ഷേങ്കിൽ 50 മിനിറ്റ് 200 റെസിസ്റ്റൻസ് ആണ്. സോ അതുകൊണ്ട് ഞാനത് അവോയ്ഡ് ചെയ്യുവാണ്. ബൈ സെറ്റപ്സ് ഉണ്ട്, പക്ഷേങ്കിൽ എല്ലാം റെസിസ്റ്റൻസിലേക്കാണ്. പോകുന്നത്. സോ മെറ്റ്ലൈഫ് ഇതും ട്രിഗർ ആയിട്ടുണ്ട്, നമ്മുടെ സെയിം സെറ്റപ്പ്. പക്ഷെങ്കിൽ അതൊരു സെറ്റപ്പായിട്ട് ഞാൻ എടുക്കൂല, കാരണം റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഞാനത് അവോയ്ഡ് ചെയ്യുവാണ്, കാരണം ഒരു ഡെയിലി സപ്പോർട്ട് ഏരിയ ആണ്. ഊബർ, ഈബേ, ഒറാക്കിൾ. ഓക്കെ, ഒറാക്കിൾ ഇല്ല. സിയിലും നമുക്ക് സെറ്റപ്പൊന്നുമില്ല. മോർഗൻ സ്റ്റാൻലി. സോ ഇനിയിപ്പോൾ ഈ ബാർ ഇതിനെ ടേക്ക് ഓഫ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അതൊരു എൻട്രിയാണ്, അത് ട്രൈ ചെയ്യാനുള്ളതുകൊണ്ട്. ലോ എത്തിക്കാണ് ലോ 42 അത് എക്സിക്യൂട്ട് ആയില്ല. ഞാൻ അടുത്ത ഓർഡർ സെറ്റ് ചെയ്ത് അടുത്ത ഓർഡർ പ്ലേസ് ചെയ്തു. 21 പ്ലേസ് ചെയ്തു. സോറി, 2 എക്സിക്യൂട്ട് ആയില്ല. 2 പ്രൈസ് എക്സിക്യൂട്ട് ആയില്ല. എനിക്ക് ആ ഒരു പ്രൈസ് കിട്ടിയാലേ റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ ട്രേഡ് ഞാൻ പോസ് ചെയ്യുന്നു. 1 മിനിറ്റ് ഞാൻ വരുന്നു. ഇപ്പം എനിക്ക് തിരിച്ചു വരുമ്പോൾ റിസ്ക് കുറയ്ക്കുക, അല്ലെങ്കിൽ എനിക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റിയേനും ആ ഒരു പ്രൈസിൽ എനിക്ക് എൻട്രി കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ ആ പ്രൈസിൽ എൻട്രി കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ആ ഹൈയിൽ പോയിട്ട് ഇവിടെ പോയി ഞാനിപ്പോൾ ബൈ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച റിസ്ക് റിവാർഡ് റേഷ്യോ, എൻ്റെ റിസ്ക്കും കൂടും. എന്താ പറയുക, ഷെയർ സൈസ് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് വാങ്ങിക്കാനും പറ്റില്ല, റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. സോ അതാണ് നമ്മൾ എൻട്രി ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു ആക്യുറേറ്റ് എൻട്രി നമുക്ക് കിട്ടേണ്ടതാണ്, അല്ലെങ്കിൽ ആ ട്രേഡ് എടുക്കണമെന്നില്ല. വേണമെങ്കിൽ ഇപ്പോൾ റീ എൻട്രി എടുത്ത് കൂടെ ചോദിക്കും, റീ എൻട്രി എടുക്കാം. തൽക്കാലം അത് അവോയ്ഡ് ചെയ്യുവാണ്, കാരണം സ്റ്റാർട്ടിങ്ങിൽ ഒരു കൺഫ്യൂസ് ആയ ഒരു ട്രേഡാണത്. ഓക്കെ, ഇവിടെ സെൽസെറ്റ് ട്രിഗർ ആവുകയാണ്. പക്ഷേങ്കിൽ ഈ ഒരു ഡേ ലോയിലേക്കാണ് നമ്മളപ്പോൾ എൻട്രി വരുന്നത്. സോ എത്ര സേഫായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്യുന്നു. AMD നമ്മുടെ ക്രഷ് AMD എന്താണ് പറയുന്നത്? സെൽ സെറ്റപ്പ് ട്രിഗറാണ്, പക്ഷേ ഇത്രയും വലിയ റിസ്ക് നമുക്ക് പറ്റില്ല. എൻട്രി ബാറിൻ്റെ ഹൈ വെച്ച് റിസ്ക് എടുക്കാം. പക്ഷേ ഒരു ഡേ ലോയിലേക്കാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. പോവാം. ഡേ ലോ എന്ന് പറയുന്നത് 48 136.48 ആണ്. 136.46 ആണ്. അത് ബ്രേക്ക് ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഹൈ എത്രയാണ്? ഹൈ 89
ഓ 40 സെൻറ്റൊക്കെ റിസ്ക് ശരിയാവോ? 2 ഷെയർ വാങ്ങിക്കാമല്ലേ? 2 പറ്റൂല, ഒരെണ്ണം വേണ്ട, റിസ്ക് കൂടുതലാണ്. സോ അവോയ്ഡ് ചെയ്യുന്നു. സോ ഇപ്പോൾ ട്രിഗർ ആവുന്നുണ്ട്, പക്ഷേങ്കിൽ എന്നാലും ഞാൻ സ്റ്റോപ്പ് എവിടെ വെക്കും? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. എനിക്കൊരു പ്രോപ്പർ സ്റ്റോപ്പ് കിട്ടുന്നില്ല. ഈ ബാറിൻ്റെ ഹൈ വെച്ചാൽ അത് വലിയ റിസ്ക്കാണ്, പക്ഷേങ്കിൽ അതെനിക്ക് വെക്കാൻ പറ്റില്ല. അല്ല പിന്നെ വേണമെങ്കിൽ 1 മിനിറ്റിൽ പോയിട്ട് 1 മിനിറ്റ് ബാറിൻ്റെ എല്ലാം ഹൈ വെക്കണം. അപ്പോഴും ഒരുപാടായില്ലേ. ഹൈ 71 സെല്ല് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് സെല്ലിങ്ങിലാണ് പോകുന്നത്. ഇത് വലിയ അക്കൗണ്ടുകളിൽ നല്ലതായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു വെറും $50,000 അക്കൗണ്ടാണ്. അതിനകത്ത് നമുക്കുള്ള റിസ്ക് തന്നിരിക്കുന്നതും ഇത്ര റിസ്ക്കാണ് തന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് അത്രയും വലിയ റിസ്ക് നമുക്ക് എടുക്കാനെ കൊണ്ട് നമ്മുടെ റിസ്ക് റിവാർഡ് വെച്ച്, നമ്മുടെ റൂൾ വെച്ചിട്ട് പറ്റുന്നതല്ല. സോ അവോയ്ഡ് ദ ട്രേഡ്. അത്രയേ ഉള്ളൂ. നല്ല ഷോട്ടാണ് പോകുന്നത് എനിക്കറിയാം, കാരണം അത് നല്ലൊരു സെൽ സെറ്റപ്പാണ് അവിടെ വന്നിരിക്കുന്നത്. പക്ഷേങ്കിൽ നമുക്ക് റൂൾ പ്രകാരം അവോയ്ഡ് ചെയ്യുക. വർക്കൗട്ട് ആവുന്ന ട്രേഡും ട്രേഡ് ചെയ്യുന്നില്ല എന്ന് ചിലപ്പം കാണുമ്പോൾ തോന്നും, എന്താണ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് അത് വർക്കാവെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ റിസ്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങ് സെൻഡ് ചെയ്ത് കൂടെ എന്ന് ചോദിക്കാം. നോ, ദാറ്റ്സ് നോട്ട് ട്രേഡിങ്, അത് ഗാംബ്ലിങ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ ബൈ സെറ്റപ്പ് ട്രിഗർ ആവുകയാണ്. ഓക്കെ, അതിൻ്റെ റിസ്ക് നോക്കട്ടെ. ലോ 65, ഹൈ 90, ഒരു 30 സെൻറ്റ് റിസ്ക്കാണ്. മിനിറ്റ് നോക്കാം. സെക്ഷനാണോ 15 മിനിറ്റിൽ ഒരു നോക്കുന്നുണ്ടാണ്. അത് ഓൾമോസ്റ്റ് എല്ലാം അത് ക്ലിയർ ആയിട്ടുണ്ട്. അതെ, ബൈ ട്രിഗർ ആകും 90. ബൈ സെറ്റ് ട്രിഗറായി. ഞാൻ എടുത്തില്ല ട്രേഡ്. ഓക്കെ, ബൈ ആയിട്ടുണ്ട്. എന്താണ് കൺഫ്യൂഷൻ അടിക്കുന്നത്? ട്രേഡിൽ എനിക്ക് എന്താ പ്രശ്നം കാണുന്നത്? എനിക്കൊരു സൈഡ് വേസ് ആകുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടുന്ന് ഇത്ര ഒരു വലിയ റെഡ് ക്യാൻഡിലെ പിന്നെ 15 മിനിറ്റ് 5 സെക്ഷൻ എനിക്ക് അങ്ങോട്ട് ഓക്കെയാണ്. കുറച്ചുകൂടി താഴേക്ക് കറക്റ്റ് എടുക്കാമായിരുന്നു കാര്യമായി. ഈ ഒരു ലെവലിലേക്കൂടെ റീടെസ്റ്റ് വരും എന്നാണ് എൻ്റെ ഈ ഒരു 5 സെക്ഷൻ കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ്. അതുതന്നെ ഒരു സൈഡ് വേസ് പോലെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം. ഒരു അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് അത് എടുക്കാൻ ഞാൻ കേട്ടോ. എടുത്തില്ല കാര്യമായി. 2 ട്രേഡ് നമ്മൾ ഇതേ കൺഫ്യൂഷനാണ്, അതുകൊണ്ട് 2 ഞാൻ എടുത്തില്ല. ആദ്യത്തെ ഒരെണ്ണം. സോ ഇതാ ഇത് നമുക്കറിയാൻ പോകുന്നു, കൺഫ്യൂഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് റിസ്ക് റിവാർഡ്, നമ്മുടെ റിസ്ക് പ്രോപ്പറായിട്ട് വന്നില്ല, അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. പക്ഷേങ്കിൽ അത് വർക്കൗട്ടായി. നമുക്കത് വേണ്ട. ഓക്കെ, WFC. ഞാൻ സെല് ചെയ്യുവാണ്. പ്രൈസ് ഓക്കെ.
60-ലാണ് എക്സിക്യൂട്ട് ആയിരിക്കുന്നത്. നമുക്ക് വലിയൊരു എത്ര 60 ആകുമ്പോൾ 90 സ്റ്റോപ്പ് ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അത്രയും വലിയൊരു സ്റ്റോപ്പാണ് കേട്ടോ. ഇപ്പം ഞാൻ ബ്രേക്ക് ചെയ്യാൻ ഇവിടെ കൊണ്ടുവരികയാണ്. ഈ ബാറിൻ്റെ 5 ഏതാണ്ട് 35 സെൻറ്റിനടുത്ത് നമുക്ക് റിസ്ക് ഉണ്ടായിരുന്നു. 60 ആകുമ്പോൾ നമുക്ക് അത്രയും കാണാൻ 30 അടുത്തൊക്കെ വരുമ്പോഴേ നമുക്ക് $55.50 ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ളപ്പോഴാണ്. 55.50 ഓക്കെ. അത് ബ്രേക്ക് ചെയ്ത് അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത് ഓക്കെ 30 വരുമ്പോൾ നമ്മൾ 1 to 1 പോകുന്നത്. ഞാൻ ബ്രേക്ക് ചെയ്യാൻ ഇടുവാണ്. ആ 2 minute ക്യാൻഡലിൻ്റെ ഹൈ തന്നെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ ട്രയൽ ഈ 5 minute ക്യാൻഡലിൻ്റെ മുകളിൽ $55 ഹോൾ നമ്പറാണ്. 55 ഒരു റിവേഴ്സൽ എടുക്കാൻ ചാൻസ് ഉണ്ട്. സോ ഏതാണ്ട് ആ ഒരു ഏരിയ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് 2 minute ഒക്കെ. സോ അതൊരു നമുക്കൊരു പുൾ ബാക്കിന് സാധ്യതയുണ്ട്, ചെറിയ പുൾ ബാക്ക്. അല്ലെങ്കിൽ അത് 55 ഏരിയ ടെസ്റ്റ് ചെയ്യും. ഈ രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കും. ഞാൻ ഔട്ടായി, ആ ട്രേഡിൽ ഞാൻ ഔട്ടായി. കാര്യമുണ്ട്. ഈ 2 minute എനിക്കൊരു എക്സ്റ്റൻഷൻ ഫീൽ ചെയ്യുന്നത് വെച്ചിട്ടല്ല ട്രേഡ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എനിക്കൊരു ചെറിയ റിവേഴ്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ പൊക്കൂടാന്നില്ല. ഒരു 55 ഏരിയ ടെസ്റ്റ് ചെയ്യും അത്. പക്ഷേങ്കിൽ 55 ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു പുൾ ബാക്ക് വരാൻ സാധ്യത എനിക്ക് തോന്നുന്നു. കാരണം 2 minute ഒരു എക്സ്റ്റൻഷൻ കണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഔട്ടായി. 55 ടെസ്റ്റ് ചെയ്യുമെങ്കിൽ അവിടെ നമ്മളൊരു ബൈ സെറ്റപ്പ് ട്രൈ ചെയ്യുന്നതായിരിക്കും. സമയം 10:18 നമുക്ക് ട്രേഡ് ചെയ്ത് കിട്ടിയിട്ടുള്ളൂ. നമ്മൾ പെട്ടെന്ന് തന്നെ ഔട്ടായി. അടുത്ത് നമ്മൾ 55 ഏരിയ ടെസ്റ്റ് ചെയ്യുന്നത്. 55 നമ്മൾ ഒരു റിവേഴ്സൽ ട്രൈ ചെയ്യുന്നതായിരിക്കും. അവിടുന്ന് ചെയ്യാൻ കാര്യം ഡെയിലി 200 വരുന്നതുകൊണ്ടാണ് കേട്ടോ. അത്രയും സപ്പോർട്ട് വരുന്നതുകൊണ്ടാണ് ചെയ്യുന്നത്. 55 ഓൾ നമ്പർ മാത്രമല്ല, ഒരു ഡെയിലി സപ്പോർട്ട്. പിന്നെ എല്ലാത്തിനും ഒരു എക്സ്റ്റൻഷനാണ് നമ്മൾ കാണുന്നത്. ചെറിയൊരു പുൾ ബാക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ഒരു 180 ട്രിഗർ ആയിട്ടുണ്ട്. $55.11 12. ഓക്കെ, ഇതാണ് നമ്മുടെ പൊസിഷൻ. $55.15 $55.16 പോയി 18. ഓക്കെ, ബ്രേക്ക് ചെയ്യാൻ ചെയ്യും.
13. ഓക്കെ, 200 പകുതി ഞാൻ എടുത്തു. അടുത്ത ഈ 2 മിനിറ്റിൻ്റെ ലോ നമ്മൾ ട്രയൽ ചെയ്യുന്നതായിരിക്കും. ബാക്കി ഒരു ക്ഷമയില്ലാത്ത ട്രേഡർ എന്ന് നിങ്ങൾക്ക് തോന്നാം പ്രോഫിറ്റ് എടുക്കുമ്പോൾ. പക്ഷേ 2-1 ആയി. നമുക്കത് 2:2 നമ്മുടെ 10% റിസ്ക് ആയിരുന്നു. അപ്പം എത്രയായിരുന്നു, 10-11 എക്സിക്യൂട്ടായി. 30-31 ആയപ്പോൾ നമുക്ക് കിട്ടിയല്ലോ 2-1 വന്ന്. പിന്നെ അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എടുക്കാം. മാർക്കറ്റ് നമുക്ക് പ്രോഫിറ്റ് തരുമ്പോൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. വെച്ചുകൊണ്ടിരുന്നത് കളയണ്ട. ഇനിയിപ്പോൾ പകുതി ഞാൻ എടുത്തു, പകുതി ഞാൻ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ അടിക്കാം. ഓക്കെ, ബ്രേക്ക് ഈവൻ. ഓക്കെ. സോ 2 ട്രേഡ് ഒന്ന് എടുത്തിട്ടുണ്ട്. 98 സെഞ്ചുറി ആയില്ലല്ലോ, 2 റണ്ണോട് വേണം. സെഞ്ചുറി അടിച്ചിരുന്നു, നമ്മളത് പ്രോഫിറ്റ് എടുത്തില്ല. ഓക്കെ, ചെറിയൊരു മൂവ്മെൻ്റാണ് ക്യാച്ച് ചെയ്തത്. പക്ഷെങ്കിൽ 2-1 വരെ പോകാനുണ്ട്. സ്മോൾ റിസ്ക് ആണെങ്കിൽ സ്കാൽപ്പിങ് പോലെയൊക്കെയാണ് ഈ ട്രേഡ്. അത് നമുക്കൊരു റിവേഴ്സലായിട്ട് ട്രൈ ചെയ്യാനെ കൊണ്ട് പറ്റത്തില്ല. കാരണം നമുക്ക് ഡെയിലി ഇപ്പോഴും 200 ടെസ്റ്റ് ചെയ്തിട്ടില്ല. കുറച്ച് പ്രൈസ് ഒരു എത്രയാണ് അതിൽ കാണിക്കുന്നത്, 55 താഴെയാണെന്ന് തോന്നുന്നു നിൽക്കുന്നത്. സോ അവിടെയൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയൊരു റിവേഴ്സൽ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ട്രേഡുണ്ട്, 2 ട്രേഡ് നമ്മൾ എടുത്തുള്ളൂ. 2 WFC ആയതുകൊണ്ടാണ് ഒന്നിച്ച് കാണിക്കുന്നത് കേട്ടോ. 2 ട്രേഡായി നമുക്ക്. സോ ഇന്ന് 98 ക്ലോസിങ് ദ ഡേ. സോ ഇന്ന് നമ്മുടെ 1 വീക്കായി പറഞ്ഞല്ലോ, അത് 1 വീക്ക് ആകുവാണ്. അപ്പോൾ നമുക്ക് ആ 1 വീക്കിൻ്റെ റിവ്യൂ ഒന്ന് നോക്കാം. എങ്ങനെയാണ് പെർഫോമൻസ്, എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒന്ന് നോക്കാം. സോ ഗൈസ്, നമ്മുടെ വീക്കിലി പ്രോഫിറ്റ് നമുക്ക് റിവ്യൂ ചെയ്യാം. കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ടല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ട്രേഡ് നമുക്ക് വന്നിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് $72 ആയിരുന്നു. അതിനുശേഷം ശനി ഞായർ മാർക്കറ്റ് ഓഫായിരുന്നു. അതിനുശേഷം മൺഡേ ലേബർ ഡേ അന്ന് മാർക്കറ്റ് ഓഫായിരുന്നു. സോ ചൊവ്വാഴ്ച ട്യൂസ്ഡേ നമ്മളെ 111 പ്രോഫിറ്റ് ആയിരുന്നു. വെനസ്ഡേ 49 ആൻഡ് തേഴ്സ്ഡേ 188. ഇന്നലെ ഇന്ന് ഫ്രൈഡേ നമുക്ക് $98. സോ നമുക്ക് ടോട്ടൽ കഴിഞ്ഞ ഈ ഒരാഴ്ച നമ്മുടെ ടോട്ടൽ 518 നമ്മുടെ ടോട്ടൽ. സോ ഈ വീക്ക് നമ്മൾ പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യുവാണ്. സോ ഇനി നമുക്ക് തിങ്കളാഴ്ച കാണാം. ഓക്കെ, ബൈ.